ഹായ് മക്കളെ, അമീൻ സാറാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും 3 ആൾക്കാരും SLC മക്കളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് ഒരു കാര്യം കൃത്യമായിട്ട് പറയാനാണ്. നിങ്ങൾ തമ്മിലേയും കണ്ടതുപോലെ ഏതൊക്കെ ചാപ്റ്ററിന് ഏതൊക്കെ മാർക്കാണ് വരുന്നത് അത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. കാരണം എല്ലാ ചാപ്റ്ററും പഠിക്കുമ്പോൾ ഏത് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെയാണ് കുറച്ച് പഠിച്ചാൽ മതിയൊക്കെ ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനും കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, ആ വെയിറ്റേജുകൾ ഉണ്ടല്ലോ മക്കളെ, അതിന് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് 3 ആളും കൂടെ ഒരുമിച്ചിട്ട് നിങ്ങളെ കാണാം. ഒരു പക്ഷേ ഏറ്റവും വലിയ ചാപ്റ്റേഴ്സ് നമ്മളുള്ളത് ഏത് തന്നെയാണ്? സോഷ്യൽ തന്നെയാണ്. അല്ല, പല ആൾക്കാരും വലിയ ചാപ്റ്റേഴ്സ് ആണ് ഒരുപാട് മാർക്കിന് ഉണ്ടാവുന്ന, പക്ഷെ ഈ പറയുന്ന കാര്യം പറയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. എല്ലാവരും ഞാനൊരു പോൾ ഇട്ട സമയത്ത് വരെ എല്ലാവരും ചോദിച്ചത് ഏത് ചോദ്യ പേപ്പർ വേണമെന്ന് പറഞ്ഞപ്പോൾ സോഷ്യലിന് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വേണമെന്ന് പറഞ്ഞത്. കാരണം ഒരു കാര്യം മനസ്സിലാക്കിയോളി, ചോദ്യത്തിൽ ഒരു 64 മാർക്ക് നിങ്ങൾക്ക് A+ കിട്ടാൻ കിട്ടും, A ഗ്രേഡ് കിട്ടാൻ കിട്ടുള്ളൂ. ബാക്കിയുള്ള മാർക്ക് നിങ്ങൾ സ്വന്തം മനസ്സിലാക്കി എഴുതേണ്ടതാണ്. അത് ഞങ്ങൾ കൃത്യമായിട്ട് ഇനി വരാൻ പോകുന്ന ലൈവുകൾ പറയുന്നതാണ്. മക്കളെ, സോഷ്യലിലെ ലൈവ് കണ്ടോ മിസ്സാക്കരുത്, ഇങ്ങോട്ടേക്ക് പോന്നിക്കോ. കാരണം നമുക്ക് കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതാണ് സാറേ. ഒരു ക്വസ്റ്റ്യൻ, ലിയോണാർഡോ ഡാ വിഞ്ചിയെ കുറിച്ചിട്ട് ഈ കാലത്ത് എത്രത്തോളം അതിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ലിയോണാർഡോ ഡാ വിഞ്ചിന്റെ ലാസ്റ്റ് ചാപ്റ്റർ അങ്ങനെയൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഒന്നും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെ വെച്ചാൽ, ഇപ്പൊ അമീൻ സാറ് ഇപ്പൊ എന്തെന്നു, അമീൻ എന്ന് പറയുന്ന ഒരു കുട്ടി വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. പിന്നീട് അവിടെ എത്തിയ ശേഷമാണ് മനസ്സിലാവുന്നത് വിദേശത്ത് ജോലി ഓഫർ ചെയ്തത് തെറ്റായ രീതിയിലാണ്. ആ കുട്ടിക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ലെവൽ ചോദ്യങ്ങളിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാറുന്നുണ്ട്. പത്രങ്ങളിലും ഈ ഒരു ന്യൂസ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ മക്കളെ, നിങ്ങൾ പേടിക്കല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ പറഞ്ഞതാണ് ഏതൊക്കെ ചാപ്റ്റർ ഏതൊക്കെ രീതിയിലാണ് മാർക്ക് വരിക എന്നുള്ളത്. സോ ഇതാവാം, നമ്മൾ ഒരിക്കലും ഇതൊരു ഏകദേശ ബ്ലൂ പ്രിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. നമ്മളിപ്പോൾ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു ഏകദേശ രൂപമാണ്. ആ ഒരു മാർക്കിനോട് ഏകദേശം എന്തായാലും ഉറപ്പാണ് സാമ്യം ഉണ്ടായിരിക്കുമെന്നുള്ളത്. അപ്പം ഇത് രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ സോഷ്യൽ ഹ്യൂമാനിസം എന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ഒരു മാർക്കിന് 3 ചോദ്യങ്ങളുണ്ട്, 2 മാർക്ക് 2 ചോദ്യങ്ങളുണ്ട്, 4 മാർക്കിന്റെ 2 ചോദ്യങ്ങളുണ്ട്, 5 മാർക്കിന്റെ ഒരു ചോദ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് 3 മാർക്കിന്റെ ഒരു ചോദ്യമുണ്ട്. എന്ന് വെച്ചാൽ ഹ്യൂമാനിസത്തിന് 1 മാർക്കിന്റെ ചോദ്യമുണ്ട്, 2 മാർക്കിന്റെ ചോദ്യമുണ്ട്, 3 മാർക്കിന്റെ ചോദ്യമുണ്ട്, 4 മാർക്കിന്റെ ഉണ്ട്, 5 മാർക്കിന്റെ എല്ലാ മാർക്കും. പറയുകയാണെങ്കിൽ 6 ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റർ എന്നാൽ ഹ്യൂമാനിസം ചാപ്റ്ററാണ്. സോ മക്കളെ, നല്ല സിമ്പിൾ ആയിരിക്കും, പക്ഷേ വെറൈറ്റി വരാം. അതുകൊണ്ടാണ് പറഞ്ഞത് മാരത്തോൺ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ഞങ്ങൾ 3 ആളും ഒരുമിച്ച് ഉറപ്പായിട്ടും. അങ്ങനെ രണ്ടാമത്തെ ചാപ്റ്റർ എത്ര മാർക്ക് സാറേ? രണ്ടാമത്തെ ചാപ്റ്ററിന് ഒരു 19 മാർക്ക്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് ഒരു 23, രണ്ടാമത് 19. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള നമ്മൾ സോഷ്യൽ അനാലിസിസ്, ആ ചാപ്റ്ററിന് 1 മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവും, 3 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും, 4 മാർക്ക് 2 ചോദ്യം. അഥവാ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 12 മാർക്ക് ഉണ്ടാവും. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, നിങ്ങളുടെ essay ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയിൽ വരുന്നത് 1ാമത്തെ ചാപ്റ്ററിനും 2ാമത്തെ ചാപ്റ്ററിനും ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതേതാ പറഞ്ഞു കൊടുക്കണം? അത് നമുക്കറിയാം, അവിടേക്ക് പറയാം. ഇന്നെന്തായാലും നമ്മൾ വിചാരിച്ചത് നമ്മൾ ചാപ്റ്റേഴ്സുകളുടെ ഇവാലുവേഷൻ എന്ന് പറയുന്ന കാര്യത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെയാണെങ്കിൽ ജിയോഗ്രഫിന്റെ കാര്യം ജിയോഗ്രഫിയുടെ കാര്യത്തിലാണ് ഇപ്പൊ നമ്മുടെ 3 ചാപ്റ്റേഴ്സുകളാണ് പരീക്ഷയ്ക്കുള്ളത്. 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന ഓർഡറാണ്. അതിൽ 1ാമത്തെ ചാപ്റ്ററിലെ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത്. 19 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. അതിലൊരു essay ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ട്. essay ക്വസ്റ്റ്യൻ എന്തായാലും എന്താണ്, ആ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് ഇപ്പൊ ഞാൻ പറയില്ല. രണ്ടാമത്തെ ചാപ്റ്ററിന് നമുക്ക് പ്രധാനമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ചേഞ്ച്. ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കില്ലേ? ഒരു 18 മാർക്കോളം അവിടുത്തെ essay ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കാരണം അത് വലിയൊരു ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്ററാണ്. എന്നാൽ 4ാമത്തെ ചാപ്റ്ററിലെ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ 3 പകരമാണ് 4ാമത്തെ. നമ്മൾ മുമ്പ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 16 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തരോ, മേ ബി പല ആളുകളും ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് ഒരുപാട് മാർക്കിന്റെ ചോദ്യം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ചാൻസസ് ഉള്ള ചോദ്യമാണ് എക്കണോമിക്സ് ആയതുകൊണ്ട്. 16 മാർക്കിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ 80ൽ 16 പോയാൽ A ഗ്രേഡിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകും. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ചാപ്റ്ററിനെ കളയാൻ നിൽക്കേണ്ട. B+ ലെവലിലേക്ക് മക്കൾ എന്ത് ചെയ്യും എത്തുന്നതാണ്. സോ അതുകൊണ്ട് കളയാൻ നിൽക്കേണ്ട. നിങ്ങൾ എന്താ ഈ 6 ചാപ്റ്റേഴ്സിനെ കൃത്യമായിട്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റായിട്ട് തന്നെ പഠിക്കണം. ഞാൻ ഒന്നും കൂടെ ഓർഡർ പറയാം. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമാനിസം ആണ്, 23 മാർക്ക്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി 19 ആണ്. സോഷ്യൽ അനാലിസിസ് 12 മാർക്കിനാണ് വരുന്നത്. വെതർ ആൻഡ് ക്ലൈമറ്റ് 19 മാർക്കാണ്. ക്ലൈമാറ്റിക് റീജിയനിൽ നിന്ന് 18 മാർക്കും കൺസ്യൂമർ റൈറ്റ്സിൽ നിന്ന്
16 മാർക്ക് എന്ന് പറയുന്ന ഓർഡറിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഒരു പക്ഷേ നല്ല രീതിയിൽ എൻ്റെ മക്കൾക്ക് എക്സാം എഴുതാൻ പറ്റും, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടുപോകുന്ന മക്കൾക്ക്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ, നിങ്ങൾക്ക് ടഫ് ആവുന്ന ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, നല്ല പഠിച്ച് മാർക്കുള്ള ചാപ്റ്റർ എന്ത് ചെയ്യുക, ഒന്ന് ബേസ് ചെയ്യുക. അതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി മാറ്റിയത്. ഇത് ഉണ്ടാക്കാൻ ഞങ്ങൾ ഇടങ്ങേറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തു കൊടുത്തത്. സോ മക്കളെ, ഇനിയുള്ള കാര്യങ്ങൾ മൊത്തം ഞങ്ങൾ കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ട്, അതേപോലെ വാട്സപ്പ് ചാനൽ ഉണ്ട്, എല്ലാത്തിലേക്ക് ജോയിൻ ചെയ്യുക, അടിപൊളിയാക്കിയിരിക്കുക. ഇനി ഒരു കാര്യം, ഇതിപ്പോ ഒറ്റയ്ക്ക് പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതിന് പറ്റുന്നില്ലെങ്കിൽ അസ്ത്ര 3.0 ഇപ്പൊ സ്റ്റാർട്ട്. കാരണം എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ട് അയ്യോ മാർക്ക് അല്ല, നമ്മുടെ എല്ലാവരുടെയും പരിപാടിയാണല്ലോ, പരീക്ഷ ഒരു മാർക്ക് പേപ്പർ കിട്ടുന്ന സമയത്ത് ഒന്നും കൂടെ പഠിച്ചാൽ മതി, ഞാൻ അടുത്തേ ഞാൻ നന്നാവാന്നുള്ളത്. ആ ആലോചന നീ വേണ്ട, ഇപ്പോഴേ നന്നായിക്കും, നന്നായിട്ട് ഇടങ്ങേറാവും അല്ലെങ്കിൽ കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ട് മക്കളെ. ഞങ്ങൾ ഒരിക്കലും ഞാൻ പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, എന്താണോ അതിനനുസരിച്ച് ഞങ്ങൾ മാറ്റിയിരിക്കും. ക്വസ്റ്റ്യൻസ് അല്ലേ, ആൻസേഴ്സ് അല്ലേ, അങ്ങോട്ടേക്ക് പോര്, നമുക്ക് പൊളിച്ചെടുക്കണം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഈ രീതിയിൽ പഠിക്കുക, ഉഷാറാക്കുക.